ആകെ വിലയിടിഞ്ഞ ഒരേ ഒരു സാധനം ശ്രീ പിണറായി വിജയന്റെ മാത്രമാണ്. ബാക്കി എല്ലാ സാധനത്തിന്റെയും വില കേരളത്തിൽ കൂടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. സ്വാഭാവികം. പിണറായി വിജയന്റെ നിലവാരം വില കുറഞ്ഞു. എന്തായാലും ഞാൻ ഒരു കാര്യത്തിൽ അബിൻ വർക്കിയെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ പഴയ പ്രസിഡന്റ് ഉണ്ടല്ലോ, എടാ വിജയ എന്ന് വിളിക്കുന്നൊരു എന്താ പേര്, ഞാൻ മറന്നുപോയി പേര്, കേരളത്തിലില്ലല്ലോ, ആ നിലവാരത്തിലേക്ക് അധപ്പതിച്ചില്ലല്ലോ അബിൻ വർക്കി എന്നുള്ളതാണ്. അല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, അങ്ങനെ പേര് പോലും എന്റെ നാക്കിൽ വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ 62 ലക്ഷം വീടുകളിൽ 2000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന പിണറായി വിജയനെ വെറുക്കണോ? ഞാൻ വെറുക്കണോ? അതുകൊണ്ട് എൻ പിള്ള ആ സിനിമയിൽ ചോദിക്കുന്നുണ്ടല്ലോ, 62 ലക്ഷം വീടുകളിൽ പെൻഷൻ കൊടുത്ത ആ പിണറായി വിജയനെ മറക്കണോ? ഞാൻ മറക്കണോ? എൻ പിള്ള ചോദിക്കണ ചോദ്യം ഉണ്ടല്ലോ. അത് വഴിയേ അറിഞ്ഞോളൂ. 2500 രൂപ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞു. എപ്പോഴാണ് പറഞ്ഞത്? 2021 പ്രകടന പത്രികയിലാണ് പറഞ്ഞത്. അത് എപ്പോഴാണ് 2000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുന്നത്? 2025 അവസാനമാണ്. ഒരു സർക്കാർ ഇറങ്ങിപ്പോകാൻ 4 മാസം ഉള്ളപ്പോഴാണോ ഈ പെൻഷൻ തുക വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുന്നത്? അത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മാത്രമല്ല, പെൻഷൻ തുക വർദ്ധിപ്പിക്കാതെ തന്നെ ഉണ്ടായിരുന്നത് കൊടുത്തിട്ടില്ലാത്ത ഒരു സർക്കാരാണ് എന്നുള്ളത് കേരളത്തിന് മുഴുവൻ അറിയാവുന്നതല്ലേ. 6 മാസത്തിൽ കൂടുതൽ പെൻഷൻ മുടക്കിയ സർക്കാരാണ്. തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഒന്നര കൊല്ലമായിട്ട് മുടക്കിയ ഒരു സർക്കാരാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു സർക്കാരിന്റെ ചെയ്തികൾ മറക്കുമെന്നോർത്താണോ നിങ്ങൾ ഓർക്കുന്നത്? അതുകൊണ്ട് എൻ പിള്ളയെ ഞാൻ ഇപ്പോഴും ഓർത്തിട്ട് പറയണം, മറക്കണോ? ഒരു കാരണവശാലും മറക്കില്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ ഓർത്തുകൊണ്ട് ജനങ്ങൾ നിങ്ങളെ വെറുക്കുകയാണ്. സമാധാനമായ